ഹലോ എവരി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൽ 4th ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഓഫ് ട്രെൻഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെഷർമെന്റ് ഓഫ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സംടൈംസ് വി ക്യാൻ ഐഡന്റിഫൈ ദ പാറ്റേൺ ഓർ ട്രെൻഡ് ഇൻ എ ഗിവൺ സീരീസ് ഓഫ് ഡാറ്റ ഓവർ ടൈം ജസ്റ്റ് ബൈ ഒബ്സർവിങ് ഇറ്റ്. ചിലപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വിശകലനം ചെയ്തിട്ട് തന്നെ അതിൽ ഓവർ ടൈം വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും, ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദാറ്റ് മേ നോട്ട് ബി പോസിബിൾ വെൻ ദ ഡാറ്റ ബിക്കം ലാർജ് ആൻഡ് കോംപ്ലക്സ് ഇൻ നേച്ചർ. പക്ഷേ ഇതൊരു ലാർജ് കോംപ്ലക്സ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാം നോക്കി കണ്ട് വിലയിരുത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. ഐഡന്റിഫൈങ് ദ ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് ആൻഡ് trends visible in all types of data can be systematically done using several methods. Here we shall discuss only two among the available methods to analyze trend in time series which are used commonly in business and economic scenarios. അപ്പോൾ ട്രെൻഡ് അനാലിസിസിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നമുക്ക് ഹാൻഡി ആയിട്ടുള്ള രണ്ട് അവൈലബിൾ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവ മൂവിങ് ആവറേജ് മെത്തേഡും മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറും ആണ്. അതിൽ വരുന്ന മൂവിങ് ആവറേജ് മെത്തേഡ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു സ്മൂത്ത് ഔട്ട് ഫ്ലക്ച്വേഷൻസ് ഇൻ ടൈം സീരീസ് ഡാറ്റ റിവീലിംഗ് അണ്ടർലൈങ് ട്രെൻഡ്സ്. ദ പ്രോസസ് ഇൻവോൾവ്സ് കാൽക്കുലേറ്റിംഗ് ആവറേജ് ഫോർ മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് ഡാറ്റ പോയിന്റ്സ് ഫോർ എ സ്പെസിഫിക് ഡ്യൂറേഷൻ. അത് 3 years ആവാം, അല്ലെങ്കിൽ 5 years, അങ്ങനെയൊക്കെ ഡ്യൂറേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഇങ്ങനെ പറയുന്നതിനാലും ബെറ്റർ ഒരു പ്രോബ്ലം വെച്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡാറ്റ ഇയറും ഓരോ ഇയറും സ്പെസിഫിക് അതിന്റെ പെർട്ടിക്കുലർ സെയിൽസും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 5 year മൂവിങ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 year എന്ന് പറയുന്നത് 2010, 11, 12, 13, 14, 1, 2, 3, 4, 5, 14 വരെയുള്ളതാണ്. ഇതില് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് ഒരു യൂണിറ്റിൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് 5 year എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. ഫസ്റ്റ് 5 year എന്ന് പറയുമ്പോൾ അതിന്റെ മൂവിങ് ആവറേജ് അതിന്റെ മിഡിലായിട്ട് വരുന്നത് ഈ 3rd year ആക്കാരം. 5ന്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ അപ്പർ ടു ലോവർ ടു പറയുമ്പോൾ അതിന്റെ മിഡിലായിട്ട് വരുന്നത് എന്താണ്, ഈ ഒരു 2012 ആണ്. 2012 1 + 2 + 3 + 5 + 6. 1 + 2 + 3 + 5 + 6 is equal to 17 ആണ് 5 yearly മൂവിങ് ടോട്ടൽ വരുന്നത്. ഇനി നെക്സ്റ്റ് 5 years, ആദ്യത്തെ ഫസ്റ്റ് 5 years ഇവിടെ വന്നു. ഫസ്റ്റ് 5 years ഇവിടെയാണ് വന്നിട്ടുള്ളത്. 1, 2, 3, 4, 5 എന്ന് വന്നു. ഈ സെക്കൻഡ് 5 years എന്ന് പറയുമ്പോൾ 2, 3, 4, 5, 6, 7 ഇതാണ് വരിക. ഇതിന്റെ ഇവിടെ 1, 2, 3, 4, 5 എന്ന് വരുമ്പോൾ അതിന്റെ സെൻട്രൽ ആയിട്ട് വരുന്നത് 3 ആണ്. 3യുടെ 5 ആണ്. 5ന്റെ നേരെ നമ്മൾ 2 + 3 + 5 + 6 + 7 എന്നുള്ളത് 23 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 5 years എന്ന് പറയുമ്പോൾ 2 ഉണ്ടാവില്ല. 3, 5, 6, 7, 9 ആണ് വരിക. അതിന്റെ സെൻട്രൽ ആയിട്ട് വരുന്നത് 6 ആണ്. അപ്പൊ 6ന് നേരെ 3 + 5 + 6 + 7 + 9 അങ്ങനെ 30 വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 5 years ആയിട്ട് വരിക. ഇവിടെ 3 ഉണ്ടാവില്ല, അതിന്റെ കൂടെ 10 ആഡ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ 7ന്റെ നേരെ എഴുതും. അത്തരത്തിൽ നമ്മൾ 5 yearly മൂവിങ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 5 yearly മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ 17 ടോട്ടൽ 5 yearsന്റെ അല്ലേ കാൽക്കുലേറ്റ് ചെയ്തത്. 17 / 5, 23 / 5, അങ്ങനെ 65 / 5, അങ്ങനെ ഓരോന്നിന്റെയും 3.4, 4.6, അതുപോലെ 3rd വരുന്നത് 6, 7.4, 8.6, 10.4, 13 എന്നിങ്ങനെ മൂവിങ് ആവറേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാര്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇങ്ങനെ മൂവിങ് ആവറേജ് ആണ്. പിന്നെ മറ്റൊന്ന് വരുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ഫോർ ടൈം സീരീസ് ട്രെൻഡ് അനാലിസിസ്. ഇറ്റ് എയിം ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഫിറ്റിംഗ് സ്ട്രൈറ്റ് ലൈൻ, അതായത് റിഗ്രഷൻ ലൈൻ, ത്രൂ എ സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്സ് ബൈ മിനിമൈസിംഗ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ്. മീൻസ് നമ്മൾ തിയററ്റിക്കലി ഒരുപാട് പറയുമെങ്കിലും നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ എന്താണ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് മൂവിങ് ആവറേജ് ഫോർ ഈവൻ നമ്പേഴ്സ് ഓഫ് ഇയേഴ്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അത്തരത്തിൽ നമുക്ക് വരാനുണ്ട്. ഇപ്പൊ നമ്മൾ ലീസ്റ്റ് സ്ക്വയേഴ്സിൽ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമാകുമ്പോൾ നമുക്ക്
റിഗ്രഷൻ ലൈൻ റിഗ്രഷൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരിക. നമ്മൾ ഓൾറെഡി അതെല്ലാം ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് പറയാനുള്ളത് ഈ മൂവിങ് ആവറേജ് ആണ്. 5 ഇയർ മൂവിങ് ആവറേജിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു. ഇനിയിപ്പോ ഇത് 3 ഇയർ മൂവിങ് ആവറേജ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ 1 2 3 ആഡ് ചെയ്തിട്ട് 6 വരും. ദെൻ 6 ഇതിന്റെ സെന്റർ ആയിട്ടുള്ള ഇവിടെ 1 + 2 + 3 = 6 അങ്ങനെയാവും വരും കേട്ടോ. 3 ഇയർ മൂവിങ് ആവറേജ് ആണെങ്കിൽ അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഇവിടെ 5 ഇയർ മൂവിങ് ആവറേജ് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റിൽ നമുക്ക് കാര്യമായിട്ടും ഇതാണ് പറയാനുള്ളത്. ഫർദർ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ എൽഡെസ്കിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നോട്ട്സിലുള്ള ദാറ്റ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ലേണിംഗ് മെറ്റീരിയൽ അല്ല, ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക. ഓരോ വേരിയേഷൻസ് വരും. എല്ലാ വേരിയേഷൻസും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യൽ പോസിബിൾ അല്ല. സോ ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.